നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിലെ രാഷ്ട്രീയ അക്രമങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. അക്രമത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഴ്സുമാരുടെ സമരം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ശക്തമായ ഇടിമിന്നലിൽ വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. ഉദയന്നൂർ തെക്കുപുറത്തെ അഞ്ചിലത്ത് സുബൈദയുടെ വീട്ടിലാണ് സംഭവം. പയ്യന്നൂരിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. പയ്യന്നൂർ ഓവർബ്രിഡ്ജിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. SFI പയ്യന്നൂർ ഏരിയ ദ്വിദിന പഠന ക്യാമ്പ് കൊഴുമൽ മാക്കീൽ ഓഡിറ്റോറിയത്തിൽ തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂരിലെ രാഷ്ട്രീയ അക്രമങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. പയ്യന്നൂർ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിന്റെ സമാധാനം ഉറപ്പുവരുത്തുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവ് ഒരു കാലഘട്ടങ്ങളിലും ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും രാഷ്ട്രീയ അതിക്രമങ്ങൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാത്ത ഒരു പ്രദേശമാണ് പയ്യന്നൂർ. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തുടരെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ, 3 കൊലപാതകങ്ങൾ ഈ പയ്യന്നൂരിന്റെ പവിത്രമായ മണ്ണിൽ ഉണ്ടായി എന്നുള്ളത് സമാധാനം ആഗ്രഹിക്കുന്ന, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിലെ KJ രാജ് അധ്യക്ഷത വഹിച്ചു. M നാരായണൻകുട്ടി, AP നാരായണൻ, MK രാജൻ, P ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VN നരിപുരം, പ്രശാന്ത് കുറോം എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിലെ രാഷ്ട്രീയ സംഘർഷം, 3 പേർ അറസ്റ്റിൽ. കവായിലെ BJP പ്രവർത്തകന്റെ വീട് ആക്രമിച്ച കേസിൽ 3 CPM പ്രവർത്തകരാണ് അറസ്റ്റിലായത്. കൗവായിലെ BJP പ്രവർത്തകൻ ശ്യാമലാലിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബൈക്ക് തീവച്ച് നശിപ്പിക്കുകയും വീട്ടിലെ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുകയും ശ്യാമലാലിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന കേസിലാണ് 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൗവായിലെ വിനേഷ് കുമാർ, E അനൂപ്, കൗവായി കോട്ടക്കുന്നിലെ K രഞ്ജിത്ത് എന്നിവരെയാണ് SI KP ഷൈനും സംഘവും അറസ്റ്റ് ചെയ്തത്. അക്രമ സംഭവങ്ങളെ തുടർന്ന് ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് റെയ്ഡ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ കണ്ണൂരിൽ നിന്നും എത്തിയ ഡോഗ് സ്ക്വാഡിലെ ഓഫീസർമാരായ സാബു, ജയപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡോഗ് താരയുമായി കക്കമ്പാറ, മൊട്ടക്കുന്ന് ഭാഗങ്ങളിൽ വ്യാപക തെരച്ചിൽ നടത്തി വരുന്നുണ്ട്. ബോംബുകൾ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം നടന്നുവരികയാണ്. കണ്ണൂരിൽ നിന്നുള്ള ഫോറൻസിക് വിഭാഗവും അക്രമം നടന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നഴ്സുമാരുടെ സമരം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. പയ്യന്നൂരിലെ സമരം ശനിയാഴ്ച 5 ദിവസം പിന്നിട്ടിരുന്നു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തിവരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിളിപ്പിച്ചതിനെ തുടർന്നാണ് തിങ്കളാഴ്ച മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ എന്തായാലും ഇത്രയും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടേ ഞങ്ങൾ ഇനി പുറകോട്ട് പോവുകയുള്ളൂ. ഉറപ്പായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ ഇവിടെ മാത്രമല്ല, എല്ലാം IN UN എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഉറപ്പായിട്ട് മുമ്പോട്ട് തന്നെ. ശനിയാഴ്ച തൃശൂരിൽ ചേർന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെതാണ് തീരുമാനം. ബുധനാഴ്ച വരെ സമരം തുടങ്ങില്ല. സമരം നിർത്തിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നാണ് സമരം നിർത്താൻ തീരുമാനിച്ചതെന്നും UNA കൂട്ടിച്ചേർത്തു. സമരം നീണ്ടുപോയാൽ ESMA പ്രയോഗിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ESMA പ്രഖ്യാപിച്ചാലും സമരവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലായിരുന്നു നഴ്സുമാർ. തിങ്കളാഴ്ച കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശക്തമായ ഇടിമിന്നലിൽ വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. ഉദയന്നൂർ തെക്കുപുറത്തെ അഞ്ചിലത്ത് സുബൈദയും മകൾ 6ാം തരം വിദ്യാർത്ഥിനി സവിലയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം.
ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെ കത്തിയെരിയുന്ന പ്ലാസ്റ്റിക്കിന്റെ മണവും ചൂടും അനുഭവപ്പെട്ട് ഉണർന്നെണീറ്റ് നോക്കുമ്പോഴാണ് അടുക്കള ഭാഗം ചാമ്പലായ വിവരം സുബൈദയും മകളും അറിയുന്നത്. കത്തിയമർന്ന ഫ്രിഡ്ജും ഗ്രൈൻഡറും അടക്കം നിരവധി ഉപകരണങ്ങൾ നശിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന പാചക സിലിണ്ടറിലേക്ക് തീയെത്താതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. അടുക്കള ഭാഗം മൊത്തത്തിൽ തകർന്ന നിലയിലാണ്. സംഭവത്തെക്കുറിച്ച് ഭയപ്പാടോടെയാണ് സുബൈദ വിവരിച്ചത്. ഏട്ടത്തെയും മോളും ഒറ്റയ്ക്ക് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണിത്. രാത്രി ഉറങ്ങി എണീച്ചിട്ട് അഞ്ച് മണിക്ക് എണീക്കുമ്പോണ്ട് താങ്ക ഫുള്ള് കത്തിക്കരിഞ്ഞിട്ട് അതിൻ്റെ അരുവത്ത് ഗ്യാസും ഉണ്ടായിന്. ഗ്രൈൻഡർ എണീച്ച് വരുമ്പോഴേക്കും ഗ്രൈൻഡർ കത്തുന്ന ഇതാ കണ്ടത്. സ്വിച്ച് ബോർഡും വയറിങ്ങും കത്തിക്കരിഞ്ഞ നിലയിലാണ്. പുലർച്ചെ 4:45 ശക്തിയായ മിന്നലുണ്ടായതായി ക്ഷീരകർഷകനായ അയൽക്കാരൻ നാരായണൻ പറഞ്ഞു. അവർ പശുവിനെ കറക്കാൻ വേണ്ടി എണീച്ച സമയത്ത് ഒരു ഇടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഇടി മുട്ടിയപ്പോൾ ഞാൻ പശു ഇങ്ങനെ വെപ്രാളം കളിക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തോന്നിയാൽ ഇടി ഇങ്ങനെ സംഭവിച്ചിട്ട് പക്ഷേ അത് കാണുന്നത് പുകയെ നമുക്കുണ്ട് ഇങ്ങനെ. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ തോന്നിയാൽ ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജും കാര്യം കത്തി. പശുവിനെ കറക്കാൻ ചെന്നപ്പോൾ മിന്നൽ വന്നതോടെ പശു അസാധാരണ വെപ്രാളം കാണിച്ചതായും നാരായണൻ പറയുന്നു. പടന്ന വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി നഷ്ടം കണക്കാക്കി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തായാണ് 20 ദിവസത്തിലേറെ പഴക്കമുള്ള യുവതിയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. റെയിൽപാളത്തിന് സമീപമായതുകൊണ്ടും കാടുമൂടിയ പ്രദേശമായതിനാലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുകയായിരുന്നു. പ്രദേശത്ത് നോക്കിയുള്ള നായകളുടെ കുര കണ്ടാണ് സമീപവാസികൾ ശ്രദ്ധിച്ചതത്രേ. മൃതദേഹത്തിന് ഏകദേശം 20 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് നിഗമനം. മൃതദേഹം ഒരു സ്ത്രീയുടേതാണെന്നും നീല കളർ ടോപ്പും ബ്രൗൺ കളർ പാൻറ്റും ധരിച്ചതായി കാണപ്പെടുന്നുവെന്നും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മലയാളത്തിന്റെ MTക്ക് 84 വയസ്സ്. വാക്കുകളെ കാലത്തിനപ്പുറം പ്രതിഷ്ഠിച്ച എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. കർമ്മമേഖലകളിലെല്ലാം തന്റേതായ ഇടം കണ്ടെത്തിയ പ്രതിഭ. നക്ഷത്ര സമാനമായ വാക്കുകളെയാണ് അദ്ദേഹം വരും തലമുറക്കായി കാത്തുവച്ചത്. ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട്. വാക്കുകളെ കാലത്തിനപ്പുറം പ്രതിഷ്ഠിച്ച എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. കർമ്മമേഖലകളിലെല്ലാം സജീവ സംഭാവനകൾ. തലമുറകളുടെ സ്നേഹവാത്സല്യങ്ങളും സ്നേഹാദരങ്ങളും ഒരേ അളവിൽ പിടിച്ചുവാങ്ങിയ അതുല്യ പ്രതിഭ. നക്ഷത്ര സമാനമായ വാക്കുകളെ തലമുറകൾക്കായി അദ്ദേഹം കാത്തുവച്ചു. 1933 ജൂലൈ 15 പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിൽ ജനനം. അച്ഛൻ പുന്നിയൂർകുളം T നാരായണൻ നായരും അമ്മ അമ്മാളും അമ്മയും. 4 ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു MT. തൻ്റെ ആത്മകഥാംശമുള്ള കൃതികളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ ഇല്ലായ്മകളും വല്ലായ്മകളും നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ബിരുദ പഠനത്തിന് ശേഷം 1957 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ചു. സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതൽക്കേ സാഹിത്യരചനയിൽ താല്പര്യം കാണിച്ചിരുന്നു. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് രക്തം പുരണ്ട മണൽത്തരികൾ എന്ന ആദ്യ ചെറുകഥ പ്രസിദ്ധീകൃതമാകുന്നത്. എന്നാൽ 50കളുടെ രണ്ടാം പകുതിയിലാണ് സജീവ സാഹിത്യകാരൻ എന്ന നിലയ്ക്കുള്ള MTയുടെ പ്രവേശനം. പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡേശയായി പുറത്തുവരുന്നത് ഈ സമയത്താണ്. 1958 പ്രസിദ്ധീകരിച്ച നാലുകെട്ടാണ് ആദ്യം പുസ്തകരൂപത്തിൽ പുറത്തു വന്നത്. തകരുന്ന നായർ തറവാടുകളിലെ വൈകാരിക പ്രശ്നങ്ങളും മരുമക്കത്തായത്തിനെതിരെ ചൂണ്ടുവിരലുയർത്തുന്ന ക്ഷുഭിത യൗവനങ്ങളുടെ കഥ പറഞ്ഞ നോവൽ 1959 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കരസ്ഥമാക്കി. പരിചിതമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പിന്നീടുള്ള വർഷങ്ങളിൽ കാലാതിവർത്തിയായ പല നോവലുകളും അദ്ദേഹം എഴുതി. കാലം, അസുരവിത്ത്, വിലാപയാത്ര, മഞ്ഞ്, NP മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന്, രണ്ടാം മുഴം തുടങ്ങിയ നോവലുകൾ. കൂടാതെ വായനക്കാർ നെഞ്ചോട് ചേർത്ത ഒട്ടനവധി പ്രസിദ്ധീകൃതമായ ചെറുകഥകളും നോവലറ്റുകളും. 1984 രണ്ടാം മുഴം പുറത്തുവരുന്നത്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാഭാരത കഥയിലെ പല ഏടുകളും ഭീമന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കാണുന്ന വിധത്തിലെഴുതിയ ജനസ്വീകാര്യത ഏറെ ലഭിച്ച കൃതിയായിരുന്നു അത്. അതിനുശേഷം 90കളിലാണ് വാരണാസി പുറത്തുവരുന്നത്. സാഹിത്യ ജീവിതം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് MTയുടെ സിനിമാ ജീവിതവും. സാഹിത്യ ജീവിതത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതവും. സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് MT ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ 50ലേറെ ചിത്രങ്ങളുടെ പിന്നണിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. നിർമാല്യം, ബന്ധനം, മഞ്ഞ്, വാരിക്കുഴി, കടവ്, ഒരു ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 2005 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സാഹിത്യരംഗത്ത് ഭാരതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 MTയെ തേടിയെത്തിയത്. വാരണാസി എന്ന തൻ്റെ കൃതിയിൽ MT ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: 1000 മാസം ജീവിക്കുക, 1000 പൂർണ്ണചന്ദ്രനെ കാണുക. ശരാശരി ഇന്ത്യക്കാരൻ്റെ വയസ്സ് നോക്കുമ്പോൾ അത് ആഘോഷിക്കേണ്ടതാണ്. ദൈവത്തോട് നന്ദി പറയേണ്ട ബാധ്യതയുമുണ്ട്.
ഇന്ന് മലയാളികൾ പറയുന്നതും അതുതന്നെയാണ്. ഇത്തരമൊരു എഴുത്തുകാരനെ മലയാളത്തിന് സമ്മാനിച്ചതിന് ദൈവത്തോട് നന്ദി. എഴുത്തിൻ്റെ കുലപതിക്ക് ജന്മദിനാശംസകൾ നേരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. SFI പയ്യന്നൂർ ഏരിയ ദ്വിദിന പഠന ക്യാമ്പ് കൊഴുമൽ മാക്കിൽ ഓഡിറ്റോറിയത്തിൽ തുടങ്ങി. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. എന്നത് സംബന്ധിച്ച് നമുക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്, ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയെ പാലിക്കാത്ത, ഭരണഘടനാ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ഭരണാധികാരം ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തെയാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹവുമായി ബന്ധപ്പെടുന്ന സകല മേഖലകളെയും തലതിരിച്ചിട്ട് സമൂഹത്തെ പിന്നോട്ട് നയിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ TV രാജേഷ് MLA അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ SFI പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് ലജീഷ് MK അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മിഥുൻ പത്മനാഭനെയും ഹിന്ദി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഐശ്വര്യ കൃഷ്ണൻകുട്ടിയെയും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സെലക്ഷൻ കിട്ടിയ സന്തോഷ് ട്രോഫി താരം അബ്ദുൾ സമദ് ഫഹദിനെയും ഉപഹാരം നൽകി അനുമോദിച്ചു. M രാഘവൻ, KM മനുരാജ്, SFI ജില്ലാ പ്രസിഡന്റ് ജിതിൻ MB, K സന്തോഷ്, KT ദാമോദരൻ, മിഥുൻ KV, അഞ്ജലി സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാർക്സിസത്തിന്റെ ബാലപാഠം എന്ന വിഷയത്തെക്കുറിച്ച് CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ക്ലാസ് എടുത്തു. തുടർന്ന് സുഭാഷ് അറുകരിയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി. ക്യാമ്പസ് സമരം സർഗാത്മകം എന്ന വിഷയത്തെക്കുറിച്ച് കവി CM വിനയചന്ദ്രൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. വർഗീയതയുടെ വർത്തമാനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് DYFI ജില്ലാ കമ്മിറ്റി അംഗം M അരുണും ചരിത്രത്തിൽ നിന്ന് ഭാവിയിലേക്ക് എന്ന വിഷയത്തിൽ SFI ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സിറാജും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പിലിക്കോട് പഞ്ചായത്തിലെ മാണിയാട്ട് പ്രദേശം സർവത്ര വെള്ളത്തിൽ. വെള്ളക്കെട്ട് കാരണം വാഹനയാത്ര പോലും ദുഷ്കരമായിട്ടും പഞ്ചായത്ത് അധികൃതരോ ജനപ്രതിനിധികളോ ഇടപെടാത്തതിൽ പ്രതിഷേധം വ്യാപകം. തൃക്കരിപ്പൂർ കാലിക്കടവ് റോഡിൽ മാണിയാട്ട് പ്രദേശത്തെത്തുമ്പോൾ പുഴയോര യാത്ര പോലെ തോന്നും. റോഡിന് കിഴക്കുഭാഗം മുഴുവൻ വെള്ളത്തിലാണ്. പിലിക്കോട് പഞ്ചായത്തിലെ 13-14 വാർഡുകളായ മാണിയാട്ട് ശിശുമന്ദിരം റോഡ് അരയോളം വെള്ളത്തിലാണ്. കിഴക്ക് കരിവെള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കും പടിഞ്ഞാറ് ചന്തേര റെയിൽവേ സ്റ്റേഷനിലേക്കും വർഷങ്ങളായി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിനാണ് ഈ അവഗണന. റോഡിൽ അശാസ്ത്രീയമായി ഡിപ്പ് ഏർപ്പെടുത്തിയതും ഡ്രൈനേജ് ഇല്ലാത്തതും വെള്ളക്കെട്ടിന് കാരണമായി. കാറുകളും ഇരുചക്ര വാഹനങ്ങളും റിക്ഷകളും നിരവധി കടന്നുപോകുന്ന റോഡിൽ വെള്ളക്കെട്ട് കാരണം സൈലൻസറിൽ വെള്ളം കയറി ഓഫാവുന്നത് യാത്രക്കാരെ വലക്കുകയാണ്. ഞാൻ തൃക്കരിപ്പൂർ വണ്ടി വെക്കുന്ന ഒരാളാണ്. തൃക്കരിപ്പൂർ വണ്ടി എടുക്കാൻ രാവിലെ ഇവിടുന്ന് രാത്രി പോകുമ്പോൾ തന്നെ എൻ്റെ വണ്ടി പിന്നെ വെള്ളത്തിൽ ഓഫായി. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വണ്ടി എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല, ആടകത്തെ വണ്ടി ഓഫായിട്ട് നിന്നു. ഇനി ആരാണ് ഇതിന് ഉത്തരവാദിയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പറയുമ്പോഴെല്ലാം ജനപ്രതിനിധിയോട് പറയുമ്പോൾ അത് ഇനി അടുത്ത പ്രാവശ്യം മെക്കാനം ടാറിങ് വരുമ്പോൾ ചെയ്യും. കഴിഞ്ഞ തവണ ഇതേപോലെ വെള്ളക്കെട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മുൻപേ വെള്ളം പോകുന്നൊരു വഴി ഉണ്ടായിരുന്നു, ആ വഴി എന്തായി എന്ന് നമുക്കറിയില്ല. ആരാണ് അടച്ചത്? ഇങ്ങനെ ഒരു പൊതു പ്രശ്നം ഉണ്ടായാൽ ഇടപെടാൻ ആളുകൾ, ഭരണകർത്താക്കൾ വൈമനസ്യം കാണിക്കുന്നത് നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ കാൽനട യാത്രക്കാർ. ഓട്ടോറിക്ഷ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ ഈ സ്പെയർ പാർട്സിൻ്റെയും അതുപോലെ തന്നെ ഇന്ധന വിലയും ഇതൊക്കെ ചെയ്തിട്ട് വിലക്കയറ്റത്തിൻ്റെ നടുവിൽ നിന്നിട്ട് നമ്മൾ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് നമുക്കറിയില്ല. പ്രദേശത്തോട് പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയിൽ ക്ഷുഭിതരായിരിക്കുകയാണ് പ്രദേശവാസികൾ. പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിന് വഴിയൊരുക്കുമെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. DYFI പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാമിമുക്കിൽ ധനരാജ രക്തസാക്ഷി ദിനം ആചരിച്ചു. DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ P സജികുമാർ ഉദ്ഘാടനം ചെയ്തു. അക്രമിച്ചും കൊന്നും CPM-നെയും DYFI-യെയും ഇല്ലാതാക്കാമെന്ന മൂഢസ്വർഗത്തിലാണ് BJP-യും RSS-ഉം ജീവിക്കുന്നതെന്ന് ധനരാജ് രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P സജികുമാർ പറഞ്ഞു. ഈ നാടിന്റെ ചെറുപ്പക്കാർ മാത്രമല്ല, മറ്റ് രാവിലെ മുതൽ DYFI-യുടെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർക്ക് വന്നുകൊണ്ടിരുന്ന കോളുകൾ എന്ന് പറയുന്നത് ഇങ്ങ് കോഴിക്കോട് മുതൽ ഇങ്ങോട്ട്
തൃശൂർ മുതൽ ഇങ്ങോട്ട് എല്ലാ ജില്ലകളിൽ നിന്നും വിവിധ ആളുകൾ, വിവിധ സ്കാക്കൾ, ധനരാജനെ നേരിട്ട് അറിയുന്നവരുമല്ലാത്ത സ്കാക്കൾ എവിടെയാണ് വീട്, എവിടെയാണ് പരിപാടി നടക്കുന്നത് എന്ന് ഫോണിലൂടെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പാതി വഴിയിലെത്തിയിട്ട് വിളിച്ചു ചോദിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ ചടങ്ങിൽ അഡ്വക്കേറ്റ് PP സിദിൻ അധ്യക്ഷനായി. വൈക്കത്ത് രതീഷ് സ്വാഗതം പറഞ്ഞു. PV ബാലൻ, M അരുൺ, K ബിജി സജികുമാർ, P ജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂരിലെ ആർട്ട് ഗാലറി ആശങ്ക വേണ്ടെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ. ശനിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലാണ് ചെയർമാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിലവിൽ വരുന്ന ആർട്ട് ഗാലറിയെക്കുറിച്ചുള്ള ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അറിയിച്ചു. ഗാലറി യാഥാർത്ഥ്യമാകുന്നതിലൂടെ പയ്യന്നൂരിലെ കലാകാരന്മാർക്ക് കൂടുതൽ ഉപകാരപ്രദമാവുകയാണ് കാര്യങ്ങൾ. അതോടൊപ്പം നിലവിലുള്ള കെട്ടിടം ഇനി മുതൽ വ്യാപാര സംബന്ധമായ ആവശ്യങ്ങൾക്ക് അനുവദിക്കില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. കെട്ടിടം ആകർഷകമായി സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഇതിനു പുറമെ ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതി നഗരസഭയിൽ നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ പൊതുയിടങ്ങളിൽ അന്തിയുറങ്ങുന്നവരുടെ കണക്കെടുക്കുന്നതിനായി സർവേ ജൂലൈ 18 രാത്രി 9 മണി മുതൽ ആരംഭിക്കും. രാത്രികാലങ്ങളിലാകും സർവേ പൂർത്തിയാക്കുക. നഗരസഭയിൽ 668 പുതിയ വാർദ്ധക്യ പെൻഷൻ അനുവദിച്ചതായും നഗരസഭായോഗത്തിൽ ചെയർമാൻ വ്യക്തമാക്കി. വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി, സ്ഥിരം സമിതി അംഗങ്ങൾ, കൗൺസിലർമാർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. താഴ്ന്ന കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഉയർത്തുന്നവർ സജീവമായി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സംഘമാണ് ജാക്കി വെച്ച് കെട്ടിടങ്ങൾ ഉയർത്തുന്നത്. ചിലതൊക്കെ വിശ്വസിക്കണമെങ്കിൽ കാഴ്ച അനിവാര്യമാണ്. ഇത്തരം ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാലപ്പഴക്കം ചെന്നതോ അല്ലാത്തതുമായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ ഇപ്പോൾ പ്രയാസങ്ങൾ ഏതുമില്ല. എന്നാൽ ഇതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിർമ്മിച്ച ഏത് കൂറ്റൻ കെട്ടിടവും ജാക്കി വെച്ച് മണിക്കൂറുകൾ കൊണ്ട് ഉയർത്തിക്കൊടുക്കുന്ന ഒരു സംഘം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. കമ്പനിക്കാര് ഹരിയാനയിലൊരു കമ്പനിയാണ്, അവരാണ് ഇതുവരെ ഉയർത്തുന്ന ഞാൻ കണ്ടിട്ടില്ല. ഉയർത്തിയ സ്ഥലം ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട്, ഉയർത്തിയ വീടെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഉയർത്തുന്ന എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിയാന സ്വദേശികളായ ഇവർ ഈ വിദ്യ ഉപയോഗിക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി T ബാബു, പഴയങ്ങാടി. ചീമേനി ബദർ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ചീമേനി ടൗണിൽ MTP ഖാലിദ് ഹാജി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശകുന്തള ഉദ്ഘാടനം ചെയ്തു. ചീമേനി ബദർ ജുമാ മസ്ജിദ് പ്രസിഡന്റും പഴയകാല വ്യാപാരിയുമായിരുന്ന MTP ഖാലിദ് ഹാജിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത്. ഒരു വ്യാപാരി എന്നതിനേക്കാൾ സമൂഹവുമായി നിരന്തരം ഇടപഴകിയ വ്യക്തിയായിരുന്നു ഖാലിദ് ഹാജിയെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശകുന്തള പറഞ്ഞു. മറ്റെല്ലാത്തിൻ്റെയും അതിർവരമ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് മാനവികതയും മാനുഷികത പരിഗണനയുമെല്ലാം നിലനിർത്തുന്നത് അത് താൻ ഏത് ജോലിയിൽ പ്രവേശിച്ചാലും തൻ്റെ സമ്പത്ത്, തൻ്റെ കുടുംബം എന്നൊരു അജണ്ട നമുക്കുണ്ടാകും. ജാമിർ ഹുദവി അൽ ഇർഷാദി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിന് PK ഖാദർ സ്വാഗതം പറഞ്ഞു. TP കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ രതീഷ് ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുതാഴം പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും ശനിയാഴ്ച നടന്നു. പിലാത്തറ വ്യാപാരി വ്യവസായി മന്ദിരത്തിലായിരുന്നു പരിപാടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുതാഴം പഞ്ചായത്ത് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും വിവിധ ക്യാഷ് അവാർഡ് വിതരണവും പിലാത്തറ വ്യാപാരി വ്യവസായി മന്ദിരത്തിൽ നടന്നു. P വിജയൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ വൈകുന്നേരമാണ്, രാവിലെ കൗൺസിൽ സമ്മേളനം ചേർന്നോടുകൂടിയാണ്, പിന്നെ വൈകുന്നേരമാണ് ഉദ്ഘാടന സമ്മേളനം. P ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. NV ഗോവിന്ദൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. P കൃഷ്ണൻ നവാഗതരെ സ്വീകരിച്ചു. KMB നമ്പീശൻ മാസ്റ്റർ ക്യാഷ് അവാർഡ് വിതരണം നിർവഹിച്ചു. EV ശശിധരൻ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഹോട്ടൽ ജുജു ഇന്റർനാഷണലിൽ നടന്നു. മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങലും ചടങ്ങിൽ നടന്നു.
the Lions Clubs International has been doing yeoman service to the suffering masses around the world since its inception in 1970 in Chicago, USA. Naturally, we are in the centennial year now. പെരുമ്പ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഹോട്ടൽ ജുജു ഇന്റർനാഷണൽ നടന്നു. ഡോക്ടർ കെ ദാമോദരൻ പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 2017-18 ഭാരവാഹികളായി കെ അശോകൻ, കെ യു വിജയൻ, ഇസ്മയിൽ MDP എന്നിവരാണ് ചുമതലയേറ്റത്. ചടങ്ങിൽ ഡോക്ടർ വരുൺ നമ്പ്യാർ സ്വാഗതവും കെ യു വിജയൻ നന്ദിയും പറഞ്ഞു. 2 കൊല്ലം കൊണ്ട് നിരവധി സേവന പ്രവർത്തനങ്ങൾ പയ്യന്നൂരിലും പരിസര പ്രദേശത്തും ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വീൽചെയർ, കോച്ച് പൊസിഷൻ ബോർഡ്, പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പൂന്തോട്ട നിർമ്മാണം, കണ്ടോത്ത് അംഗൻവാടിയിലെ കുടിവെള്ള പദ്ധതി, കണ്ടോത്ത് LP സ്കൂളിലെ കുട്ടികൾക്ക് ബാഗ് വിതരണം, നിർധനരായ 5 രോഗികൾക്ക് സൗജന്യ ചികിത്സ, ICU ആംബുലൻസിന്റെ സേവനം തുടങ്ങിയവ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളാണ്. കൂക്കാനം നാളികേര ഉത്പാദന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂക്കാനം യങ് മെൻസ് ക്ലബ്ബിൽ നാളികേര കർഷക കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രൂപയുടെ വളം ആദ്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതിൽ കമ്മിറ്റിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തുടർന്ന് അങ്ങോട്ടും കരിവെള്ളൂർ നാളികേര വികസന ഫെഡറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൂക്കാനം നാളികേര ഉൽപാദക സംഘത്തിന്റെ കൺവെൻഷനാണ് നടന്നത്. നാളികേര ഉത്പാദകർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും അവയെ എങ്ങനെ മറികടക്കാമെന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. നാളികേര ഫെഡറേഷൻ കരിവെള്ളൂർ വില്ലേജ് ജോയിന്റ് സെക്രട്ടറി കാന ഗോവിന്ദൻ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ ബാലൻ, കരിമ്പിൻ വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവിള കൃഷി ചെയ്യുന്നതിനായി നടീൽ വസ്തുക്കളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള കർഷക സംഘം വാടിപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളക്കെട്ടുകളിൽ ഗപ്പി മത്സ്യം നിക്ഷേപിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. വാടിപ്പുറം പ്രദേശത്തെ കൊതുക് ലാർവകളെ നശിപ്പിക്കാനാണ് വെള്ളക്കെട്ടുകളിൽ ഗപ്പി മത്സ്യത്തെ നിക്ഷേപിച്ചത്. കർഷക സംഘം വാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് TS അജന്തൻ അധ്യക്ഷത വഹിച്ചു. P. സുരാജ് സ്വാഗതം ആശംസിച്ചു. കർഷക സംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് PA സന്തോഷ്, KV മോഹനൻ, AV ശശി, M. പ്രദീപൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. ഒക്ടോബർ വിപ്ലവത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു സെമിനാർ. ആ സമ്മേളനത്തിൽ കണ്ടിട്ടുള്ള ചർച്ചയിൽ ഉയർന്നു CITU ഇന്ത്യയിൽ ആർക്കും അവഗണിച്ചു പോകാൻ കഴിയാത്ത വിധം, തള്ളിപ്പറഞ്ഞു പോകാൻ കഴിയാത്ത വിധം അത് വളർന്നു വന്നിട്ടുണ്ട്. CITU ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പരിപാടിയിൽ അധ്യക്ഷനായി. P. മുകുന്ദൻ, ST ജെയ്സൺ, KV സുധാകരൻ, E. രാജൻ, സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഹജ്ജ് ചെയ്യാൻ തയ്യാറെടുക്കുന്നവർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നടത്തുന്ന കുത്തിവയ്പ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടത്തി. 7 പഞ്ചായത്തുകളിൽ നിന്നായി 250ഓളം പേരാണ് പങ്കെടുത്തത്. തൃക്കരിപ്പൂരിന് പുറമെ വെസ്റ്റേളേരി, കയ്യൂർ, ചീമേനി, പടന്ന, വലിയപറമ്പ, പിലിക്കോട്, ചെറുവത്തൂർ തുടങ്ങി 7 പഞ്ചായത്തുകളിലെ ഹജ്ജിന് തയ്യാറെടുപ്പ് നടത്തിയ 250ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ഗവൺമെന്റ് ഹജ്ജ് സെൽ മുഖാന്തരം മക്കയിലേക്ക് ഇത്തവണ ഹജ്ജ് കർമ്മത്തിന് അനുമതി നേടിയ 123 സ്ത്രീകളും 117 പുരുഷന്മാരുമാണ് മെനഞ്ചൈറ്റിസ് കുത്തിവയ്പും പോളിയോ തുള്ളിമരുന്ന് വിതരണവും നടത്തിയത്. 2006-7 കാലഘട്ടത്തിൽ ഹജ്ജ് സീസണിൽ മെനഞ്ചൈറ്റിസ് രോഗം ബാധിച്ച് 2000-ലധികം തീർത്ഥാടകർ മരിക്കാൻ കാരണമായിരുന്നു. അതിനുശേഷമാണ് ഈ കുത്തിവയ്പ് നിർബന്ധമാക്കിയത്. പോളിയോ രോഗം ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ലെങ്കിലും സൗത്ത് ആഫ്രിക്ക, ഉഗാണ്ട മുതലായ രാജ്യങ്ങളിൽ ഈ രോഗം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ അതിൽ നിന്നും ഇന്ത്യൻ ജനതയെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് പോളിയോ തുള്ളിമരുന്ന് നിർബന്ധമായും കൊടുത്തുവരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ കാര്യം നടന്നാലോ ഒരു നല്ല കാര്യം പ്രിയപ്പെട്ട സൈനുദ്ദീൻ നമ്മുടെ കുറേ കാലമായി ഹജ്ജിന് പോവുകയും നമ്മളോടൊപ്പം വളണ്ടറായി ഉണ്ടാവുകയും ചെയ്ത പ്രിയപ്പെട്ട സൈനുദ്ദീൻ ഇത്തവണയും വളണ്ടറും അതുപോലെ തന്നെ മിക്കവാറും സംസ്ഥാന ക്യാപ്റ്റനുമാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ
അത് കാസർഗോഡ് ജില്ലക്കാർക്ക് ഏറ്റവും നല്ല അനുഭവമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഫൗസിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NP സൈനുദ്ദീൻ, KM കുഞ്ഞി, M ഇബ്രാഹിം, MTP ഷൗക്കത്ത് അലി, K അബ്ദുൾ റസാഖ്, TV അബ്ദുൾ വഹാബ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. കുത്തിവയ്പ്പിന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M മനോജ് കുമാർ, ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള, ഡോക്ടർ അഷ്കർ അലി എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് തങ്കയം വാർഡ് കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഹജ്ജ് കുത്തിവയ്പ്പിനായി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി. ലഘുഭക്ഷണ വിതരണം, ഭൗതിക സാഹചര്യമൊരുക്കൽ, ടോക്കൺ നൽകി തിരക്ക് നിയന്ത്രിക്കൽ, കുത്തിവയ്പ്പിന് മുൻപുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ സഹായമൊരുക്കൽ എന്നിവയൊക്കെയായിരുന്നു വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയിലെ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സീനിയർ സിറ്റിസൺ ഫോറം കരിവള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓണക്കുന്ന് ധന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ ശ്രീജ സജികുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കരിവള്ളൂർ യൂണിറ്റിന്റെയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണക്കുന്ന് ധന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷത വഹിച്ചു. EK നമ്പ്യാർ സ്വാഗതം ആശംസിച്ചു. K ഗോപാലകൃഷ്ണൻ മാസ്റ്റർ നന്ദി പ്രകാശിപ്പിച്ചു. ക്യാമ്പിൽ വെച്ച് വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിശ്ചയിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ആധ്യാത്മരാമായണത്തിലെ സ്തുതികൾ ഓഡിയോ CD പ്രകാശനം ഞായറാഴ്ച നടക്കും. ഇരട്ടി കൈരാതകി കിരാതേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആകാശവാണി സംഗീത വിധായകൻ നിൻ തിരുവടി തന്നുടെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാനനാരതം. രാമായണത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ സ്തുതികളും വിവിധ രാഗങ്ങളിൽ ഫ്ലൂട്ടിന്റെയും വീണയുടെയും അകമ്പടിയോടെയാണ് ആലപിച്ചിരിക്കുന്നത്. ഇരിട്ടി കൈരാതകിരാതേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആകാശവാണി സംഗീത സംവിധായകനും കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ സംഗീത അധ്യാപകനുമായ AM ദിലീപ് കുമാർ പ്രകാശനം നിർവഹിക്കും. 2.25 മണിക്കൂർ ദൈർഘ്യം വരുന്ന സ്തുതികൾ ചിട്ടപ്പെടുത്തിയതും ആലപിച്ചിരിക്കുന്നതും സൗമ്യ മനോജാണ്. ജോൺസൺ പുഞ്ചക്കാട്, ഹരി എന്നിവർ ഫ്ലൂട്ടും ആരാധന രാമചന്ദ്രൻ വീണയും വായിച്ചിരിക്കുന്നു. പിലാത്തറ JJ മ്യൂസിക്സിൽ നിന്നാണ് റെക്കോർഡിംഗ് നടന്നത്. വർമ്മ ക്രിയേഷൻസിന്റെ ബാനറിൽ മനോജ് മാധവൻ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നു. സാഡ്ലിങ്സ് കണ്ണൂരാണ് മാർക്കറ്റിംഗ് എന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജോൺസൺ പുഞ്ചക്കാട്, സൗമ്യ, കൃഷ്ണകുമാർ, മനോജ് മാധവൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. CV ധനരാജ അനുസ്മരണത്തിന്റെ ഭാഗമായി DYFI പയ്യന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രോസ് കൺട്രി മത്സരം ഞായറാഴ്ച നടക്കും. അറിയിപ്പുകൾ. പയ്യന്നൂർ ജാമ്യ അസരിയ അറബിക് ആൻഡ് ആർട്സ് കോളേജിന്റെ ഈ വർഷത്തെ ക്ലാസ് ഉദ്ഘാടനവും ദുആ മജ്ലിസും ജൂലൈ 17 രാവിലെ 11 മണിക്ക് കോളേജ് ഹാളിൽ നടക്കും. പുത്തൂർ മഹാശിവക്ഷേത്രം രാമായണ മാസാരംഭം ജൂലൈ 16 ഞായറാഴ്ച ആരംഭിക്കും. എല്ലാ ദിവസവും രാമായണ പാരായണവും അനുബന്ധ പരിപാടികളും നടക്കും. പലിയേരി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 16 ഞായറാഴ്ച വൈകിട്ട് 5:30 പലിയേരി പൊതുജന വായനശാല ഹാളിൽ ജീവിതശൈലി രോഗനിർണയവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടക്കും. കേരള റോഡ് ആക്സിഡൻസ് അവയർനെസ് ഫോറം ഭരണസമിതി ജനറൽ ബോഡി യോഗം ജൂലൈ 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിലെ രാഷ്ട്രീയ അക്രമങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. അക്രമത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഴ്സുമാരുടെ സമരം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ശക്തമായ ഇടിമിന്നലിൽ വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. ഉദയന്നൂർ തെക്കുപുറത്തെ അഞ്ചിലത്ത് സുബൈദയുടെ വീട്ടിലാണ് സംഭവം. പയ്യന്നൂരിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. പയ്യന്നൂർ ഓവർബ്രിഡ്ജിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. SFI പയ്യന്നൂർ ഏരിയ ദ്വിദിന പഠന ക്യാമ്പ് കൊഴുമൽ മാക്കീൽ ഓഡിറ്റോറിയത്തിൽ തുടങ്ങി. ന്യൂസ് അവരുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.